താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. നോക്കി കാത്തിരുന്നിട്ടില്ലേ ആർത്തിയോടെ കൊതിയോടെ ഒരു വിടുതൽ കാണുവാൻ. പക്ഷെ ഫലമെന്താ? പലപ്പോഴും നിരാശ തന്നെ. അങ്ങനെ നിരാശയോടെ മടങ്ങുന്ന ഒരു ബാല്യക്കാരൻ നമ്മെപ്പോലെ നിരാശയിൽ തന്നെ തുടരുമോ? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ആ ബാല്യക്കാരനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ആ ബാല്യക്കാരനോടൊപ്പം അല്പമൊന്ന് സഞ്ചരിക്കാം. ഒരു മാറ്റത്തിനായി, കാത്തിരിപ്പിനൊരു അറുതി ഉണ്ടാകുവാൻ, നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾക്ക് പുതുജീവൻ ഉണ്ടാകുവാൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ബാല്യക്കാരൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇவ்விധത്തിലെന്ന് കാണുവാൻ കഴിയും. നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ ഒരു ബാല്യക്കാരൻ പോവുകയാണ്. നിരാശയോടെ തിരിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. കാത്തിരിക്കുന്ന, ആഗ്രഹിക്കുന്ന 3.5 വർഷക്കാലത്തെ ക്ഷാമത്തിന് അറുതിയുണ്ടാകുന്ന, വരൾച്ചയ്ക്ക് അറുതിയുണ്ടാകുന്ന, തങ്ങളുടെ ഭൂമി വിളയിക്കുന്ന, ആഹാരം ഭക്ഷിച്ച് തങ്ങൾക്ക് ജീവിക്കണം, അതേ ശമര്യരുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പൂർത്തീകരണം കാണുവാൻ പ്രതീക്ഷയോടെ പോകുന്നു, നിരാശയോടെ മടങ്ങി വരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ പലതും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് മുൻപോട്ട് പോകുന്നുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ വിടുതൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ കടന്നു പോകുമ്പോൾ ആ ജോലി സ്ഥലത്ത് പ്രതികൂലങ്ങൾ മാറി അനുകൂലതയുടെ അനുഭവങ്ങൾ ഉണ്ടാകും, ഇല്ലായ്മകൾ മാറും, അഥവാ ആ വരൾച്ചയുടെ അനുഭവം മാറും. എൻ്റെ തൊഴിൽ മേഖലയിൽ തന്നെ എനിക്ക് തുടർന്ന് നിന്ന് ആ നന്മ കൊണ്ട് എനിക്ക് ജീവിച്ച് എൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ കഴിയും. എൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് അറുതി ഉണ്ടാകും. അതേ, ഈ പ്രശ്നങ്ങൾ ഇതോടെ തീരും. ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ ഭർത്താവിനൊപ്പം, എൻ്റെ ഭാര്യയ്ക്കൊപ്പം, എൻ്റെ മക്കൾക്കൊപ്പം ജീവിക്കും. അതേ, ഞങ്ങളുടെ മക്കൾക്കൊപ്പം അവരുടെ നന്മകൾ അനുഭവിച്ച് ജീവിക്കും. അല്ലേ മാതാവേ? ഓരോ ദിവസങ്ങളിലെയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായി തീരുന്ന അളവിൽ നിരാശയോടെ മടങ്ങേണ്ടി വരുന്നു. വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ നേരിയ നൂൽക്കണിക പോലും കടന്നു വരാത്ത വിധത്തിൽ കൂരിരുൾ മൂടിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മുമ്പിൽ ഭാരപ്പെട്ടു പോകുന്ന അവസ്ഥ നോക്കിയേ. ആ ബാല്യക്കാരൻ പ്രതീക്ഷയോടെ പോവുകയാണ്. വെറുതെ പോവുകയല്ല, പിന്നിൽ ശക്തനായ ഒരുവന്റെ വാക്കുകളുണ്ട്. ഏലിയാവെന്ന കരുത്തനായ പ്രവാചകന്റെ തൊട്ട് മുമ്പിലുള്ള 2 അധ്യായങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഏലിയാവ് എത്രമാത്രം ശക്തനാണെന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആഹാബിനെ പോലും വരച്ച വരയിൽ നിർത്തുവാൻ ശക്തിയുള്ളവൻ, കർമ്മേലിന് മുകളിൽ അഗ്നി ഇറക്കിപ്പിക്കുവാൻ ശക്തിയുള്ളവൻ, ബാലിൻ്റെ പ്രവാചകന്മാരെ ഓടിച്ചു വെട്ടിക്കൊല്ലുവാൻ ശക്തിയുള്ളവൻ, ദേശത്തിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം നിവർന്നു നിൽക്കുവാൻ ശക്തിയുള്ളവൻ, പ്രബലനായവൻ, അഭിഷിക്തൻ. ആ ഏലിയാവിൻ്റെ വാക്ക് കേട്ടാണ് ബാല്യക്കാരൻ മുൻപോട്ട് പോകുന്നത്. മഴ വരുന്നുണ്ടോ? ക്ഷാമം മാറ്റുവാൻ മഴ വരുന്നുണ്ടോ? അല്ലേ? വചനം കേൾക്കുന്നുണ്ട്. അയ്യോ, കേൾക്കയിൽ തന്നെ നമ്മൾ വിശ്വസിക്കും, ഇന്ന് എൻ്റെ വിടുതലായിത്തീരും. ആ വചനം പ്രസംഗിക്കപ്പെടുന്നത് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആഗ്രഹിക്കും, കൊതിക്കും, ഇന്ന് എൻ്റെ വിടുതൽ സംഭവിക്കും. വചനത്തിലൂടെ വിടുതൽ പ്രാപിച്ച അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അറിയുമ്പോൾ കൊതിക്കും, പ്രതീക്ഷിക്കും, ആഗ്രഹിക്കും, ഇന്ന് ഇതുപോലൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രതീക്ഷയോടെ പോകും, നിരാശയോടെ മടങ്ങി വരുന്ന അവസ്ഥ. അതുകൊണ്ട് അവസാനിക്കുന്നുവോ? തീർന്നില്ല. ഒന്നിനും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥ ഒരു അവസാനമല്ല. ഇതാ ദൂത്. ആമേൻ. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇതൊന്നിൻ്റെയും അവസാനമല്ല. അതേ, ആ ബാല്യക്കാരനോട് പ്രവാചകന് പറയുവാനുള്ളതും അത് തന്നെ. ബാല്യക്കാരാ, നീ കാണുവാൻ പ്രതീക്ഷയോടെ പോയി കാണാതെ മടങ്ങി വരുന്നുണ്ട്. അതൊന്നിൻ്റെയും അവസാനമല്ല. നിന്റെ കണ്ണത് കാണുന്നില്ല എന്നതിനർത്ഥം അതില്ല എന്നല്ല, നീ അത് കാണുകയില്ല എന്നല്ല. തൊട്ടടുത്ത വാക്യം 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യം അവൻ്റെ കണ്ണത് കാണുകയാണ്. എന്നെ കേൾക്കുന്ന പലരും ഇപ്പോൾ ദേഷ്യത്തോടെ പറയും, ദേവദാസനെ നിങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ ഞങ്ങൾ കുത്തി പൊട്ടിച്ചേരെ. കാരണം മറ്റൊന്നുമല്ല, ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചേ.
ഒരു വ്യക്തിയുടെ ആവശ്യമല്ല, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ശമരി എന്ന പട്ടണത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ ആവശ്യമാണ്. മഴ വേണം. മഴ ഉണ്ടെങ്കിലേ ആ ദേശം ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വലിയ ആവശ്യമാണ്. ദേശത്തിൽ മഴ വേണം. വെറുതെ ഒരാളിന് കുളിച്ചിട്ട് കയറാനല്ല, മഴ ഉണ്ടെന്ന് പറയുവാൻ, പേരിന് പറയുവാനല്ല. ദേശത്തിൽ വിത്ത് മുളച്ച് ഫലം തരുവാൻ തക്കവണ്ണം മഴ പെയ്യണം. പ്രതീക്ഷയോടെ നോക്കുമ്പോൾ വരുന്നത് എന്താ? ഒരു കൈയുടെ അത്രയുമുള്ള മേഘം. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു പ്രശ്നം. വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. കിട്ടിയില്ലെങ്കിലും പിന്നെയും പ്രാർത്ഥിക്കും. മടിപ്പൊക്കെ തട്ടിക്കളഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ കിട്ടുമ്പോഴോ ഒന്നിനും തികയാത്തത്. വളരെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, പ്രതീക്ഷകളെ പൂവണിയിപ്പിച്ചുകൊണ്ട് ജോലി കിട്ടി. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനോ ഇതിലും ഭേദം ജോലി കിട്ടാതിരുന്നെങ്കിൽ. ചിന്തിച്ചിട്ടില്ലേ? ഇതുകൊണ്ട് എന്താവാനാ? പിന്നിലെ നാളുകളിൽ കൂടിയ കടങ്ങൾ, മുമ്പിൽ പർവ്വതങ്ങളെ പോലെ തല ഉയർത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഈ അല്പത്തെ വച്ച് സഹോദര അതല്ലേ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നേ. മക്കളെ പഠിപ്പിക്കണം, വീട് വയ്ക്കണം, എന്തോരം ആവശ്യങ്ങളാ മുൻപിലുള്ള. കടം തീർക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇത് വച്ച് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതും കരഞ്ഞതും ഇതിനു വേണ്ടി ആയിരുന്നോ? ഒരുപാട് കരയുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും, അവൻ മാറും, എന്നെ സ്നേഹിക്കും, എന്നെ മനസ്സിലാക്കും, എനിക്കൊപ്പം ജീവിക്കും, എൻ്റെ ഭാര്യ എൻ്റേതായി തന്നെ തുടരും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. പക്ഷേ മാറ്റമുണ്ട്, വ്യത്യാസം വരുന്നു. സന്തോഷത്തോടെ സാക്ഷ്യം വിളിച്ച് പറയും, പറഞ്ഞു തീരുമ്പോൾ കയ്യിൽ നിന്ന് പോയി, വീണ്ടും പഴയപടി തന്നെ, ഒരു മാറ്റവുമില്ല. ആ വിടുതൽ ഒന്നിനും പര്യാപ്തമാകുന്നില്ല. ഒരു കടം തീർത്തു, അല്പം ഒന്ന് ആശ്വസിപ്പിച്ചു, അപ്പോൾ അപ്പുറത്ത് കടത്തിൻ്റെ തോത് കൂടി. ഒരു രോഗം മാറി, ഒന്ന് ദീർഘനിശ്വാസം വിട്ടു, അപ്പോൾ അടുത്തൊരു 3 രോഗം. ഒന്നിനും അറുതി ഉണ്ടാകുന്നില്ല. ഒന്നിനും തികയാത്ത ഒരു കൈമേഘം പോലെ ഒരു ദേശം വിളവ് കൊടുക്കുവാൻ വേണ്ടി മഴ പെയ്യുവാൻ പൊങ്ങി വരുന്നതാ. നിരാശപ്പെട്ടു പോവുകയല്ലേ? അവിടെയും തീരുന്നില്ല. തൊട്ടടുത്ത വാക്യം 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻ മഴ പെയ്തു. ക്ഷണത്തിൽ, പെട്ടെന്ന് ആകാശം കാറ്റും മേഘവും കൊണ്ട് കറുത്തു, വൻ മഴ പെയ്തു. അതേ, ആവശ്യം വലുതാണ്, കിട്ടിയത് ചെറുതാണ്. എന്നാൽ ക്ഷണത്തിൽ, പെട്ടെന്ന് ആ ചെറിയതിൻ്റെ രൂപം മാറി, ഭാവം മാറി. ആ കൈമേഘം ആകാശത്തെ മുഴുവൻ നിറച്ചു, വൻ മഴ പെയ്യിപ്പിച്ചു. ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര, ആ അല്പത്തെ എൻ്റെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുക. നിന്റെ ജോലി സ്ഥലത്ത് ഒന്നിനും തികയാതെ നിന്റെ കൈക്കുള്ളിലായിരിക്കുന്ന ആ നന്മയെ, നീ പ്രാർത്ഥിച്ചു കാത്തിരുന്ന് നീ നേടിയെടുത്ത ആ നന്മയെ, നിന്റെ കടം തീർക്കുവാൻ, നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അത് വർദ്ധിക്കുക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. പെട്ടെന്ന്, ക്ഷണത്തിൽ അത് വർദ്ധിക്കുക, ആ നന്മ വർദ്ധിക്കുക, നിന്റെ ആവശ്യത്തിന് ഉതക വിധത്തിൽ അത് വർദ്ധിക്കുക. ആ ഭവനം പണിത് പൂർത്തിയാക്കുവാൻ തക്ക വിധത്തിൽ, ആ വസ്തു വാങ്ങുവാൻ തക്ക വിധത്തിൽ, ഓ താങ്ക് യു ലോർഡ്, മക്കളെ ആ നിലയിൽ പഠിപ്പിക്കുവാൻ തക്ക വിധത്തിൽ അത് വർദ്ധിക്കുക, ആ നന്മ വർദ്ധിക്കുക, ആ ബിസിനസ് വളരുക. ഓ പെട്ടെന്ന്, ഓ താങ്ക് ലോർഡ്. ആ കാത്തിരിപ്പിന്റെ സീസൺ ഇന്ന് അവസാനിക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആ കാത്തിരിപ്പിന്റെ പ്രതീക്ഷയോടെ നോക്കി മനസ്സ് മടുത്ത് തിരിച്ചു വന്നു. പ്രതീക്ഷയോടെ നോക്കി മനസ്സ് മടുത്ത് തിരിച്ചു വന്നു. ഇല്ല, എനിക്കിത് കിട്ടത്തില്ല. ആരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, ആരുടെ മെസ്സേജ് കേട്ടാലും, ദൈവവചനം എത്ര തന്നെ ഞാൻ ധ്യാനിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരത്തില്ല. എൻ്റെ ഭർത്താവിന് സ്ഥിരമായി മാറുവാൻ കഴിയത്തില്ല. ഒരു ദിവസം കുടിച്ചില്ല എങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു ദിവസത്തെയും കൂടി ചേർത്തവൻ കുടിക്കും. അവൻ അധികം വഷളാകുന്നു, അവൻ അധികം തെറ്റിപ്പോകുന്നു, അവൻ അധികം അകന്നു പോകുന്നു. സഹോദരി, നിന്നോട് തന്നെ മടങ്ങി വരിക. ക്ഷണത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ക്ഷണത്തിലൊരു മാനസാന്തരം, ക്ഷണത്തിലൊരു വിടുതൽ, നീ കാത്തിരുന്ന വിടുതൽ സംഭവിക്കുക. ഓ ആമേൻ. ഇതാ വിടുതലിന്റെ ദിവസമാ. യേശുവിൻ നാമത്തിൽ മാറുകയാന്നേ. സാഹചര്യം മുഴുവൻ മാറുക. ആ കൈമേഘം വളരുക, ആ വിടുതൽ വളരുക, ആ സ്നേഹം വളരുക, ഇതിനൊക്കൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സ് വളരുക. പലർക്കും അതിൽ നിന്ന് അവനെ അടർത്തി മാറ്റുവാൻ കഴിയുന്നുണ്ട്. സ്നേഹമുണ്ട്, നിനക്കറിയാം, എൻ്റെ ചേട്ടൻ എന്നോട് സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. പക്ഷേ അവളുടെ നന്മകളെ മുൻപിൽ കണ്ട്, നന്മകളെ ലക്ഷ്യം വെച്ച് ഭർത്താവിനൊപ്പം സ്നേഹത്തിൽ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ
പലതും പറഞ്ഞ് നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന അനുഭവം. സ്നേഹമുണ്ട്, അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്, ആ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്, സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹം കൊണ്ട് ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ കഴിയത്തില്ല. കൈമേഘം പെയ്താലൊന്നും ശമരിയിലെ വരൾച്ച മാറത്തില്ല. വൻമഴ വേണം, വൻമഴ വേണം. അത് നീ അറിയും പോലെ നിന്റെ ദൈവത്തിനും അറിയാം. ഈ സ്നേഹത്തിന് വർധനമുണ്ടാകണം. ക്ഷണത്തിൽ അത് വർദ്ധിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ഇങ്ങനെ ഒന്നും പഠിച്ചാൽ പോരാ. ആമേൻ. എൻ്റെ മക്കൾക്ക് എഴുതി ജയിക്കുവാനുള്ളത് വലിയ പരീക്ഷകളാണ്, മത്സര പരീക്ഷകളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരാകണമെങ്കിൽ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ. ദൈവദാസനെ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഓ ക്ഷണത്തിൽ അവർക്ക് ആ റിസൾട്ട് ഉണ്ടാകുവാൻ തക്ക വിധത്തിൽ അവരെ പഠിക്കുവാൻ പോകുക, അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുവാൻ പോകുക. നീ ആഗ്രഹിക്കുന്നത് പോലെ അവർ മടങ്ങി വരിക. ഓ സ്തോത്രം. ആ ശമരിയെ മുഴുവൻ മഴ മൂടുക, കാർമേഘം വന്ന് നിറയുക. ചിലരുടെ ജീവിതത്തിൽ ആ വരൾച്ച മാറ്റുവാൻ, ആ ഇല്ലായ്മകൾ മാറ്റുവാൻ, ആ അസ്വസ്ഥതകൾ മാറ്റുവാൻ, ഓ യേശുവിൻ നാമത്തിൽ ആ കാർമേഘം വന്ന് നിറയുക, ഇടിച്ചു കുത്തി പെയ്യുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ നീ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുക. ഒത്തിരി ഒത്തിരി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഇന്ന് വരുമ്പോൾ എൻ്റെ മക്കൾ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ച് എൻ്റെ അടുക്കൽ വരുന്നില്ല. കുരിശു കണ്ട ചെകുത്താനെ പോലെ അവർ ഓടി ഒളിക്കുക. മദ്യത്താൽ പിടിക്കപ്പെട്ട് അമ്മ എന്ന സ്ഥാനത്തെ പോലും ത്യജിച്ചു കളഞ്ഞുകൊണ്ട് ആകാത്ത വാക്കുകളും ചെന്നായി പോലെ തുറിച്ചു നോക്കുന്ന നോട്ടങ്ങളുമായി അവർ അകന്നു പോകുക. നിന്റെ ഉള്ളം തളർന്നു പോകുന്നുണ്ട്. ദൈവദാസനെ ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചു ഉപവസിച്ച് കാത്തിരുന്നിട്ട് എൻ്റെ മക്കൾ അമ്മയെന്ന് വിളിച്ച് എൻ്റെ അടുക്കലേക്ക് വന്നില്ലല്ലോ. ഈ നിരാശ ഞാൻ എങ്ങനെ സഹിക്കും? വേദനയോടെ ഓരോ ദിവസങ്ങളിലും ആ പ്രാർത്ഥന മുറിക്കകത്തേക്ക് മടങ്ങി പോകുന്ന മാതാവേ, നിന്നെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നീ പോയി നോക്ക്. ആമേൻ. നീ പോയി നോക്ക്. നിന്റെ മക്കൾ അമ്മ അപ്പ എന്ന് പറഞ്ഞ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അവർ മാറുവാൻ വേണ്ടതിൻ്റെ ദൈവം ഒരുക്കുക. ആകാശം മേഘവും കാറ്റും കൊണ്ട് നിറയുന്നത് പോലെ അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് നിറയുക. ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ സൗഖ്യം ഇത് പോരാ, നിനക്കതറിയാം. പറയുന്നുണ്ട് ഈ സൗഖ്യമല്ല, ഇങ്ങനെയുള്ള സൗഖ്യമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്കിനിയും പലതും ചെയ്യുവാനുണ്ട്, എനിക്കിനിയും പലതും ചെയ്ത് പൂർത്തീകരിക്കുവാനുണ്ട്. എനിക്കൊരു പൂർണ്ണ വിടുതൽ വേണം. എനിക്ക് വേദനയില്ലാതെ ഉറങ്ങണം, എനിക്ക് സ്വസ്ഥമായി ഉറങ്ങണം, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങണം. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അവർക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യണം. അതേ ആകാശം കാറ്റും മേഘവും കൊണ്ട് നിറഞ്ഞതുപോലെ നിന്റെ ശരീരം സൗഖ്യം കൊണ്ട് നിറയുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അത് മാറുക, ആ അല്പത്തിൻ്റെ സീസൺ മാറുക. സഹോദരി, ആ ബിസിനസ്സിൽ നീ ആഗ്രഹിക്കുന്ന വളർച്ച ഉണ്ടാകുക. നീ പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നതും നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ തക്കവണ്ണം ആകാശവും കാറ്റും മേഘവും കൊണ്ട് നിറഞ്ഞതുപോലെ ആ ബിസിനസ് സമൃദ്ധി ഉണ്ടാകുക. ഓ ആമേൻ. അതിൽ സമൃദ്ധി ഉണ്ടാകുക, അതിൽ നിറവുണ്ടാകുക. കാത്തിരിപ്പിൻ്റെ അവസാനം, മടുത്തു പോകാതുള്ള കാത്തിരിപ്പിൻ്റെ അവസാനം, കിട്ടിയ അല്പത്തെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നവൻ പ്രാപിച്ചെടുത്ത വിടുതലിൻ്റെ അവസാനം. ഈ കാത്തിരിപ്പ് വെറുതെയല്ല. നീ ദിവസനയിൽ കാത്തിരുന്നത് വെറുതെയല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്താൽ ജീവിക്കുന്നവൻ്റെ ഈ വാക്കുകൾ വെറുതെയല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ട്. ദൈവദാസനെ ഇത് എത്ര കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പോയി നോക്കുന്നുണ്ട്, ഓരോ തവണയും പോയി നോക്കുന്നുണ്ട്. ആ ബാല്യക്കാരൻ നോക്കുന്നുണ്ട്, കാണുന്നില്ല. ഇനി ഞങ്ങളിത് കേട്ടത് കൊണ്ട് കാര്യമില്ലയോ? ഒത്തിരി പേർക്ക് സാക്ഷ്യമാണ്, ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാക്ഷ്യമാണല്ലോ പ്രൈസർ ഫാമിലിയുമായി ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്കത് പറ്റുന്നില്ലല്ലോ. ആ സാക്ഷ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിരാശയോടെ മടങ്ങേണ്ടി വരുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവിൽ നിന്ന് ആ വിടുതലിൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ലല്ലോ. ആശുപത്രി റിപ്പോർട്ടിൽ ആ വിടുതലിൻ്റെ സാക്ഷ്യം എനിക്ക് അറിയുവാൻ കഴിയുന്നില്ലല്ലോ. മക്കളുടെ സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് എനിക്ക് ആ വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ കഴിയുന്നില്ലല്ലോ. എനിക്കുള്ളതല്ലേ ഇത്? കരയുക മാതാവേ, നീ കരയുക. സഹോദര സഹോദരി, നീ കരയുക. എനിക്കുള്ളതല്ലേ യേശോപ്പാ? ഈ വിടുതൽ എനിക്കുള്ളതല്ലേ? നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിടുതൽ എനിക്കുള്ളതല്ലേ? ഞാൻ ഈ വിടുതൽ അനുഭവിക്കുവാൻ യോഗ്യല്ലേ? എൻ്റെ കുറവെന്താ ചോദിച്ച് കരയല്ലേ? മടുത്ത് മാറി നിൽക്കരുതേ. പലരും അല്പത്തെ കണ്ട് ഭയപ്പെടുക, കിട്ടാതെ ഭയപ്പെട്ടതിലധികം അല്പത്തെ കണ്ട്. ദൈവദാസനെ, വിടുതൽ കിട്ടി,
പക്ഷേ ഇതുകൊണ്ട് എന്താവാനാ? നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. ആമേൻ. സഹോദര, സഹോദരി, നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം ഇടിച്ചു കുത്തി വൻമഴയായി ശമര്യയിൽ പെയ്തിറങ്ങിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങുക. ഇടിച്ചു കുത്തി വൻമഴയായി നിന്റെ ജീവിതത്തിൽ ആ വിടുതൽ പെയ്തിറങ്ങുക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്നവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ക്ഷീണിച്ച് തളർന്നായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടെ നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ കടന്നു വരും. അത് ഇടിച്ചു കുത്തി പെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും കാത്തിരുന്ന് മടുത്തായിരിക്കുന്നു. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സ്വപ്നങ്ങൾ അസ്തമിച്ചു പോയിരിക്കുന്നു. കിട്ടിയതൊന്നിനും തികയാത്തതാണ്. ഇതിനു വേണ്ടിയാണോ എന്ന് ഭാരത്തോടെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആകാശം മേഘം കൊണ്ടും കാറ്റുകൊണ്ടും നിറഞ്ഞ് വൻമഴ പെയ്തതുപോലെ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കുതകുന്ന വിധത്തിൽ ക്ഷണത്തിൽ വലിയത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശമര്യയെ ഫലപുഷ്ടമാക്കുവാൻ തക്കവണ്ണം 3.5 വർഷക്കാലത്തെ ആമേൻ ക്ഷാമത്തിന് അറുതി ഉണ്ടാക്കുവാൻ തക്കവണ്ണം വൻമഴ പെയ്തതുപോലെ പ്രിയ സഹോദരങ്ങളുടെ തൊഴിൽ മേഖലയിൽ ആ വൻമഴ പെയ്യട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, ദാരിദ്ര്യങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായും അനുഗ്രഹമായും തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് രോഗങ്ങളുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് പോരാപ്പച്ച ഈ സൗഖ്യം പോരാ, കരവെച്ച് പ്രാർത്ഥിച്ച് പോരാപ്പച്ച ഇത് പോരാ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം. ശരീരം ആരോഗ്യം കൊണ്ട് നിറയട്ടെ യേശുവിൻ നാമത്തിൽ. രോഗാണുക്കൾ കൊണ്ട് നിറഞ്ഞ അവയവങ്ങളിൽ ആരോഗ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. സൗഖ്യം. ആമേൻ. കടങ്ങൾ മാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. കടഭാരത്താലായിരിക്കുന്നവർ പ്രാർത്ഥിച്ച് കൊടുത്തു തീർക്കുവാൻ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ, പലതും പ്രാപിച്ചെടുക്കുവാൻ യേശുവിൻ നാമത്തിൽ. ബാധ്യതകൾ തീരട്ടെ. അതിന് തക്കവണ്ണം ഇവരുടെ പേഴ്സിൽ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ, ഇവരുടെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഞെരുക്കങ്ങൾ മാറട്ടെ, വിശാലത ഉണ്ടാകട്ടെ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളുടെ മുമ്പിൽ, സ്വന്തം അവകാശങ്ങളുടെ മുമ്പിൽ യാചനയോടെ ആയിരിക്കുന്നവർ അത് അവകാശമായി അവർക്ക് ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. കുടുംബജീവിതങ്ങളിൽ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ യാചിച്ചു വാങ്ങുവാനായി നിൽക്കുന്നവർ, കുടുംബജീവിതങ്ങൾ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഈ മാറ്റം പോരാപ്പച്ച. പൂർണ്ണ വിടുതൽ, സ്നേഹത്തിൽ, ഐക്യതയിൽ അവർ ചേർന്ന് വരട്ടെ. സ്തോത്രം. നിറവുണ്ടാകട്ടെ, സ്നേഹത്തിൻ്റെ നിറവുണ്ടാകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. അവർക്ക് വേണ്ടത് നൽകുവാൻ തക്കവണ്ണം മാതാപിതാക്കളുടെ കരങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ. ആ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. സഹോദരി, നീ ഭാരപ്പെടുക. ഞങ്ങൾക്കിത് പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല, ലോണാണ്, ഒരുപാട് കടമാണ്, എന്നിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. അതിനൊരു പൂർത്തീകരണം യേശുവിൻ നാമത്തിൽ. അത് സംഭവിക്കുക. ആമേൻ. ആ വസ്തുക്കൾ വാങ്ങുക. അഡ്വാൻസ് കൊടുത്ത് വളരെ നാളുകളായിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു. ആ വസ്തുക്കൾ വാങ്ങുക യേശുവിൻ നാമത്തിൽ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക, ശുശ്രൂഷകൾ വർധനമുണ്ടാകുക. ആമേൻ. ആത്മാക്കളുടെ ദൈവം ആത്മാക്കളെ തരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഇതുവരുടെ വലിയ സാക്ഷ്യത്തിന്റെ ദിവസമാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലിൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട് വിടുതൽ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.